ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഈ ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ കേക്ക്, സ്ക്വയർ ആയിട്ടുള്ള കേക്ക് ജസ്റ്റ് ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കിയിട്ട് ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് പോലെ ജസ്റ്റ് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് ജസ്റ്റ് ഒന്ന് മാർക്കിട്ട് കൊടുക്കാം. പിന്നെ ലീഫിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ പേപ്പർ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതുപോലുള്ളൊരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇങ്ങനെ ലൈനിട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് റോസിൻ്റെ നോസിൽ വെച്ചിട്ട് അതിൽ ക്രീമിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ലൈനിട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ക്രീം വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഞാൻ അതും ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും നീറ്റായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. പിന്നെ ഞാൻ ഈ ഒരു ഫ്ലേവർ ചെയ്തിട്ടുള്ളത് പിസ്ത ഫ്ലേവറിലാണ്. പിന്നെ അതുപോലെ ഗ്രീൻ കളറും കൂടെ ക്രീമിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളർ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഇച്ചിരി വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ മറ്റേ ഭാഗത്തും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്കിട്ട് കൊടുത്താൽ മതി ആ ഒരു നൈഫ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ട്രോബെറി വേവിച്ചെടുത്തിട്ട് ഹണിയും കൂടെ ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ എന്ത് ചേർക്കുമ്പോഴും തിക്കായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ സ്പ്രെഡായി പോകും. അതുപോലെ പോമോഗ്രാനറ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് കുറച്ച് ക്രീമും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. പിന്നെ അതുപോലെ ഇത് പൈനാപ്പിൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം വേവിച്ചെടുത്തത്. ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളറിലുള്ള ഫ്രൂട്ട്സ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്രേപ്പ് ക്രഷ് ചെയ്തെടുത്തതാണ്. പർപ്പിൾ കളറിലുള്ള ഗ്രേപ്പാണ് കേട്ടോ, ബ്ലാക്ക് കളറിലുള്ളത് കിട്ടിയില്ല. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഫ്രൂട്ട്സാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 2-3 കളറിലുള്ള കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ക്രീം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു കൂട്ടുകറിയുടെ ആ ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു തേങ്ങയുടെ ഇതുപോലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് ലൂസാക്കി എടുത്തതാണ്. നമ്മൾ നേരത്തെ ഐസിങ് ചെയ്ത വിപ്പിംഗ് ക്രീമാണ്. അതിലോട്ട് ഒരു യെല്ലോ കളർ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഡാർക്ക് ചോക്ലേറ്റ് ജസ്റ്റ് ക്രഷ് ചെയ്തത് ചെറിയൊരു പൊടി ഇട്ട് കൊടുക്കുക, കടുകൊക്കെ ആ ഒരു കാണുന്ന രീതിയിൽ. പിന്നെ അതുപോലെ റോസ് പെറ്റൽസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകിൻ്റെ ആ ഒരു ഇതിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് സ്പ്രിങ്കിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ചോറിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഫ്ഡ് റൈസാണ് കേട്ടോ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് കനത്തിലുള്ള സ്പ്രിങ്കിൾസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്ക് ക്രീം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഈ ഒരു ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ ക്രീം ഇട്ട് കൊടുത്താലും മതി, ഇങ്ങനെ കുറേ മുകളിലായിട്ട്. ഇനി നമുക്ക് പഴം വെച്ച് കൊടുക്കാം. ഞാനിത് ഫോണ്ടൻറ്റിൽ ചെയ്ത പഴമാണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പഴം വെച്ച് കൊടുക്കാം. നമ്മൾ ഓൾറെഡി എല്ലാം ഫ്രൂട്ട്സിലാണല്ലോ ചെയ്തത്. ഞാൻ ജസ്റ്റ് ഫോണ്ടൻറ്റിൽ ചെയ്തതന്നേ ഉള്ളൂ. അതുപോലെ ഒരു പപ്പടം, അതും ഞാൻ ഫോണ്ടൻറ്റിൽ ചെയ്ത ആ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുള്ള പപ്പടമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളായി. ഇനി ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള പൊമോഗ്രാനറ്റിൻ്റെ ജ്യൂസാണ് കേട്ടോ. അതുപോലെ പായസം ഓൾറെഡി ഉണ്ടായിരുന്നത് അതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ആയി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണിത്. അല്ലെങ്കിൽ നമ്മൾ കുറേ ചോക്ലേറ്റ് ഗനാഷൊക്കെ കുറേ കളർഫുള്ളായിട്ടൊക്കെ ആക്കിയിട്ട് ഫോണ്ടൻറ്റും അങ്ങനെയൊക്കെ ആയിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഫോണ്ടൻറ്റിലൊക്കെ എല്ലാവർക്കും ചെയ്യാനും പറ്റില്ല. പിന്നെ കുറേ വേസ്റ്റുമാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.